നിങ്ങൾക്ക് എങ്ങനെയാണ് ഫോട്ടോഷോപ്പിൽ ഈസി ആയിട്ട് ഓണം പോസ്റ്റർ നിർമ്മിക്കുന്നത് കാണണം. ഞാനിവിടെ 9:16 റേഷ്യോ ആണ് എടുത്തിരിക്കുന്നത്. നമ്മൾ അതിലോട്ട് ഈ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്, കൂടെ മാവേലിയെ ആഡ് ചെയ്തിട്ടുണ്ട്. മാവേലിയെ 3D ലുക്ക് ആക്കാൻ ലെയറിൽ പോയിട്ട് മാവേലിയെ ഡബിൾ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ബിവൽ ആൻഡ് എംബോസ് എന്നുള്ള ക്ലിക്ക് ചെയ്തു. മാവേലിയെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വേർതിരിക്കാൻ വേണ്ടി ഡ്രോപ്പ് ഷാഡും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. രണ്ട് ആഡ് ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വേണ്ടത് ഇതിലോട്ട് ടെക്സ്റ്റ് ആഡ് ചെയ്യാന്നുള്ളതാണ്. ഇത് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറ്റി പെൻസിൽ എന്ന സൈറ്റ് ആണ് യൂസ് ആക്കിയത്. FML ഫോണ്ട് ആക്കിയിട്ട് മലയാളം ഫോണ്ട് കൺവേർട്ട് ആക്കിയതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ മലയാളം ഓണം ടൈപ്പോഗ്രഫി ഉപയോഗിച്ചിട്ടും ഇത് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ ആഡ് ചെയ്ത ടൈപ്പോഗ്രഫി നേരെ മാവേലിയുടെ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാണ്. അപ്പൊ ഈ ഓണം മൂഡ് ടൈപ്പോഗ്രഫി നമ്മൾ ബിവലംബോസും ചെയ്യാണ്. ചെറിയൊരു ഗ്ലോ ആഫ്റ്റ് കൂടി കൊടുത്താൽ രസം ഉണ്ടാവും. അടുത്തതായിട്ട് നമ്മൾ ബ്രഷ് ടൂൾ ആണ് ഉപയോഗിക്കുന്നത്. മാവേലിയുടെ അടിഭാഗം നമ്മൾ ചെറിയതായിട്ട് ബ്ലാക്ക് എഫക്റ്റ് ആണ് കൊടുക്കുന്നത്. Ctrl+T അമർത്തിയിട്ട് ട്രാൻസ്ഫോർമേഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. അതിൽ തന്നെ വാർപ്പ് എന്ന എഫക്റ്റ് ആണ് നമ്മൾ സെലക്ട് ആക്കിയത്. അതെന്തിനാന്ന് വെച്ചാൽ ഈ ഓണം മൂഡ് ടൈപ്പോഗ്രഫിക്ക് ചെറിയൊരു വളവ് കൊണ്ടുവരാനാണ്. എന്നിട്ട് ടിക്ക് അടിക്കാൻ ഹെൽവറ്റിക്ക ഫോണ്ടിൽ ഞാൻ ഫാമിലി പ്രസൻസ് എന്നുള്ള ചെറിയൊരു ടെക്സ്റ്റ് മേലെ കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ഫയർ ഇമേജ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ബ്ലെൻഡിൽ പോയിട്ട് സ്ക്രീനിലോട്ട് ആക്കിയിട്ടുണ്ട്. ഒരു തിളക്കം പോലെയുള്ള എഫക്റ്റ് കിട്ടാൻ വേണ്ടി ഈ ഒരു സ്റ്റാർ എഫക്റ്റ് ആണ് നമ്മൾ ആഡ് ചെയ്തത്. അതും ബ്ലെൻഡ് ആക്കിയിട്ട് നമ്മൾ ആവശ്യമുള്ള സ്ഥലത്തോട്ട് നീക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട്.